നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സുധി ആകെപ്പാടെ ടെൻഷനായിപ്പോയി. ആനന്ദ് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു സുധിയുടെ മനസ്സിനറിയും. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ശ്രുതിക്ക് തന്നെ വേണ്ടെന്ന് പറയുക. ശ്രുതി മറ്റേ ആരെങ്കിലും തേടി പോകുമെന്നൊരു ചിന്ത അങ്ങനെ വന്നിട്ടുണ്ട്. താൻ എന്ത് ചെയ്യും? തന്റെ ജീവിതം നശിച്ചു പോകുന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എടാ നിന്റെ ഭാര്യ ശ്രുതി അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. എന്റെ കൂട്ടുകാരൻ അജേഷിന്റെ ഗതി നിനക്കുണ്ടാവരുത്. അതുകൊണ്ട് നീ ശ്രുതിയെ പോയി കാണണം, സംസാരിക്കണം. നിന്റെ അമ്മയല്ല നിന്നോടൊപ്പം ജീവിക്കുന്നത്, നീയും അവളും കൂടെ നല്ല സന്തോഷത്തോടെ ജീവിക്കുക വേണ്ട. നിന്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം അധോ ഗതിയായി പോകുന്നു പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, എടാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? അമ്മയോട് ഒന്നെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നീ ശ്രുതിയെ പോയി കാണണം, ശ്രുതിയോട് സംസാരിക്കണം. പിന്നീട് അമ്മയോട് പറയണം എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. അല്ലാതെ ഒരു തീരുമാനം നീ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഇങ്ങനെ വീണ്ടും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു പുരോഗതി ഉണ്ടാകാൻ പോകുന്നില്ല. അവസാനം അവൾ അവളുടെ കാര്യം നോക്കി പോവുകയും ചെയ്യും. നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് കാണേണ്ട വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഈ സമയത്ത് രേവതിക്ക് കൈമേലല്ലോ. രേവതിയുടെ കൈമേലാത്തോണ്ട് സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുക്കള കയറി കുക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. വേണ്ട സച്ചേട്ടാ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കൈക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും വർഷ അങ്ങോട്ട് വന്നു. വർഷ വന്നിട്ട് പറഞ്ഞു, അതെ ചേച്ചി പോയി റെസ്റ്റ് എടുത്തു, അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ഞാനാന്ന് പറഞ്ഞു. നീയോ? അതിന് നിനക്കറിയാവോ? അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. അല്ല ഇപ്പം എന്താ ഉണ്ടാക്കണ്ടേ? ഉപ്പാ ഉണ്ടാക്കാം, അതെനിക്കറിയാന്ന് പറഞ്ഞു. ശരി. അങ്ങനെ രേവതിയെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. വർഷ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ കയറുവാണ്. ഇടയ്ക്ക് ശ്രീകാന്ത് അങ്ങോട്ട് വന്നപ്പോൾ വർഷ പറഞ്ഞു, അതെ എന്നെ ആരും അടുക്കള സഹായിക്കൊന്നും വേണ്ട, എന്നിട്ട് ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ, ഞാൻ തന്നെ ഉണ്ടായിക്കോളാന്ന് പറഞ്ഞു. രേവതി ചേച്ചി അടുക്കളയിൽ ഇടയ്ക്ക് കയറി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. ചന്ദ്രമതിയാണ് മൈൻഡ് പോലും ചെയ്തില്ല. ചന്ദ്രമതി അടുക്കളയുടെ ഭാഗത്ത് പോയിക്ക് പോലും വന്നില്ല. രേവതിക്ക് കൈമേല എന്തേലും ചെയ്യാനൊക്കെ രവീന്ദ്രൻ പറഞ്ഞു. പക്ഷെ ചന്ദ്ര അതൊന്നും കേട്ടൊന്നുമില്ല. പിന്നെ അവൾക്ക് കയ്യെ ചെറിയൊരു മുറിവുണ്ടെന്നും വെച്ചോണ്ട് അവൾക്ക് അടുക്കള കയറി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല രവീന്ദ്രൻ. പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. തല്ലാൻ പറ്റാത്തതുകൊണ്ട് മാത്രം രവീന്ദ്രൻ അടങ്ങിയിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വർഷ അടുക്കളയിൽ ഭയങ്കര തിരക്കിട്ട പണിയിലാണ്. അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ വിളിച്ചു, അതെ ഡൈനിങ് ടേബിളിലേക്ക് പോരെ, എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും വന്നിരിക്കുകയാണ്. ശ്രീകാന്ത്, സച്ചി, രേവതി, ചന്ദ്രമതി ഒക്കെ ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, നല്ല കാസ്ട്രോളിനകത്ത് കഴിക്കാനുള്ള വിഭവമൊക്കെ ആയിട്ട് വരുവാണ്. എല്ലാവരും ആകാംക്ഷയോടെ പൂർവ്വം വർഷയെ തന്നെ നോക്കുവാണ്. അങ്ങനെ വർഷ എല്ലാവരുടെ മുന്നിൽ പ്ലേറ്റൊക്കെ നിരത്തി വെച്ചു. അതെ ഞാനുണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. അതെന്താ ഇപ്പം തന്നെ പറഞ്ഞേക്കാൻ ശ്രീകാന്തം പറഞ്ഞു. ഒടുവില് മൂടി തുറന്ന് വർഷ അതിനകത്തുനിന്ന് ഉപ്പുമാവ് എടുക്കാൻ നോക്കുവാണ്. അപ്പോഴേക്കും കുഴഞ്ഞു കെട്ടി ഒരു പരുവായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക. അത് പറഞ്ഞു പോലും വരുന്നില്ല. വർഷയിട്ട് കുത്തി ഇളക്കുവാണ്. വെള്ളമെല്ലാം കൂടെ കൂടിപ്പോയിട്ട് ഒരുമാതിരി കുഴാന്നിരിക്കുവാണ്. ഒട്ടിപ്പിടിച്ച് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. വർഷയിട്ട് കുത്തി ഇളക്കാൻ തുടങ്ങി. ഒരു വിധത്തിൽ കുത്തി ഇളക്കുന്നുണ്ടപ്പോൾ സച്ചി രേവതി അന്താളിപ്പോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെ രവീന്ദ്രന് കുറച്ച് കൊടുത്തു. അതിനുശേഷം ശ്രീകാന്തിനും ചന്ദ്രമതിക്കും രേവതിക്കും സച്ചിക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, അവര് കഴിക്കാൻ തുടങ്ങി. ആദ്യം രവീന്ദ്രൻ ഇച്ചിരി കഴിച്ചു നോക്കി. രവീന്ദ്രന് തുപ്പാനും മേലെ ഇറക്കാനും മേലാത്തൊരവസ്ഥ. പിന്നീട് ശ്രീകാന്ത് കഴിച്ചു നോക്കുകയാണ്. ഇത്തിരി കഴിച്ചു നോക്കിയിട്ട് ശ്രീകാന്ത് പറഞ്ഞു, ഇതാണോ നീ ഉണ്ടാക്കിയത്? ഇങ്ങനെയാണോ വർഷ ഉണ്ടാക്കുന്നേ? കുക്ക് ചെയ്യാന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് കയറിയപ്പോ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വായി വെച്ച് തിന്നാൻ കൊള്ളില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഇതെന്താടാ നീ ഇങ്ങനെ പറയണേ? ഒരാളൊരു സാധനം അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുമ്പോ ആദ്യം കുറ്റമാണോ പറയണേ? എടാ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് നല്ല കാര്യങ്ങളൊക്കെ പറയണം. അതിനുശേഷം മാത്രമേ കുറ്റം പറയാൻ പാടുള്ളൂ, അതിന്റെ കുറവുകളൊക്കെ പറയാൻ പാടുള്ളൂ. ശരി അച്ഛാന്ന് പറഞ്ഞു. രേവതിക്ക് സച്ചിക്കൊന്നും കഴിക്കാൻ പോലും പറ്റില്ല. ചന്ദ്രമതി ഇത്ര വായിലേക്ക് വെച്ചു. ചന്ദ്രമതി പെട്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം രേവതിയുടെ കൈ കൊണ്ടുണ്ടാക്കി നല്ല ഒന്നാന്തരം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന പെട്ടെന്നൊരു ദിവസം വായി വെച്ച കഴിക്കാനും പറ്റില്ല, തുപ്പാനും പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്ന ഒരു സാധനം കൊണ്ട് വെച്ച് തന്നിരിക്കുന്നു. അങ്ങനെ രേവതിയോട് സച്ചിയോടും ഒക്കെ ആയിട്ട് വർഷ വെച്ചു, എങ്ങനെയുണ്ട്, നല്ലതാണോ എന്ന് ചോദിച്ചു. രേവതിയും സച്ചിയും പരസ്പരം നോക്കുകയാണ്. വർഷയെ കുറ്റം പറയാൻ പറ്റില്ല, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം കൂടെയാണ്. അവൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാ, അവൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് എഴുന്നേറ്റു. അതെ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവണമെങ്കിൽ നീ ഇത്തിരി കഴിച്ചു നോക്കണമെന്ന് പറഞ്ഞു. ഞാനോ? അതെ
നീ കഴിച്ചില്ലല്ലോ. ഒന്നാമത്തെ കാര്യം ഗർഭിണിയും കൂടെയാ. ഞാൻ ഇച്ചിരി വാരിത്തരാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇച്ചിരി എടുത്തു അവൾക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വർഷ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. അയ്യേ, ഈ വൃത്തിയായിട്ട ഫുഡാണോ ഞാൻ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. പിന്നല്ലാതെ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? അതെ, ഈ കുക്കിംഗ് എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമാണെന്ന് കരുതിയോ? നീ പറയൂലോ ഡബിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാ. ശ്രീകാന്തിനെ പോലെ ഒന്നുമല്ല. ശ്രീകാന്തിന് അത് വല്ല അറിയേണ്ട കാര്യമുണ്ടോന്നൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ? ഇത്തിരി ഉപ്പോ എരിവോ പുളിയോ എന്തേലും കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ പെടാപ്പാട് വേണ്ട വരും നമ്മള്. പിന്നെ അത് മാത്രമല്ല, അത് കൊണ്ടേ കൊടുത്തു കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ ചീത്തയും കേൾക്കണം. ഇപ്പം നിനക്ക് മനസ്സിലായോ? അതുപോലെ തന്നെ രേവതി ചേച്ചി ഇവിടെ ഉണ്ടാക്കി കൊണ്ട് വെക്കുമ്പോഴത്തേന് ഇവിടെ പലരും കുറ്റം പറയും, അമ്മയുൾപ്പെടെ. ഈ പറയുന്ന അമ്മയ്ക്കൊക്കെ അതിന് നാലിലൊന്ന് പോലും ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അത്രയ്ക്ക് നീ എന്നെ അങ്ങോട്ട് തരന്തഴുത്തി കെട്ടുവൊന്നും വേണ്ട. എനിക്ക് നല്ല ഒന്നാന്തരമായിട്ട് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ നാവം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അമ്മയ്ക്ക് എന്താ എങ്ങനെ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞു. ഒടുവിൽ സച്ചി പറഞ്ഞു, ഇനി ഇപ്പം ഇതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട, ഫുഡ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഏത് പറഞ്ഞു, അത് വേണ്ട സച്ചിയേട്ടൻ, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, തൽക്കാലത്തേക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിക്കണ്ട, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് വീണ്ടും അടുക്കളയിലേക്ക് കയറി ഫുഡൊക്കെ പാകം ചെയ്യുവാണ്. പിന്നീട് സച്ചി പതിവ് പോലെ തന്നെ ഓട്ടത്തിന് പോവാണ്. അങ്ങനെ ചെന്ന് ഒരോട്ടം കഴിഞ്ഞ് സച്ചി വന്ന് കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അരുണ് ബൈക്കിന് വരുന്നു. തനിക്കിട്ട് പണി തന്ന പോലീസുകാരനാ. ഹെൽമറ്റും ഇല്ല. അത് മാത്രമല്ല ഫോൺ വിളിച്ചോണ്ട് ബൈക്ക് ഓടിച്ചോണ്ട് വരിക. ആഹാ, അപ്പൊ ഇതാണ് ഒരു പണി കൊടുത്താലോ എന്ന് കരുതിയിട്ട് സച്ചി എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഫോൺ ഓണാക്കി. അങ്ങനെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുവാണ്. ആ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തു. ഒടുവിൽ അരുൺ വന്ന് അവിടുത്തെ ഒരു ATM ഉണ്ട്, അവിടേക്ക് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനും സച്ചി പിന്നാലെ നിന്നു. ആ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷ, സുഖമല്ലേന്ന് ചോദിച്ചു. എന്താടാ, നീ എന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നാണോ? എന്റെ പൊന്ന് സാറേ, സാറിപ്പൊ കാണിച്ചോണ്ടല്ലോ ഹെൽമെറ്റും ഇല്ല, ഒന്നും ഇല്ലാതെ ഫോൺ വിളിച്ചോണ്ട് വരുന്നേ. ഇപ്പൊ ഞങ്ങള് സാധാരണ ജനങ്ങളാണെങ്കിൽ ഇപ്പൊ സാർ ഇവിടെ പിടിച്ചിർത്തി പെറ്റിയടിക്കൂലോ എന്ന് ചോദിച്ചു. ഓ, അപ്പൊ നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നോണോ? എന്റെ സാറേ, എല്ലാ ജനങ്ങൾക്കും ബാധകമാണ് നിയമം എന്ന് പറയുന്നത്. അതിനിപ്പോ പോലീസുകാരെന്നോ ജനങ്ങളെന്നോ അങ്ങനെ ഒരു വേർതിരിവും കാര്യങ്ങളൊന്നും ഇല്ല. സാറിന് നിയമം പഠിച്ചാൽ എന്തായിരുന്നു? ഓ, ഇല്ലെങ്കിൽ നീ എന്താടാ എന്നെ തൂക്കിലേറ്റുമെന്ന് ചോദിച്ചു. സാറേ, ഇത് കളിയല്ല, സാർ നിയമം പാലിച്ചാൽ മതിയുള്ളൂ, മാറി നിൽക്കടാ അങ്ങോട്ട്, അവൻ വലിയ നിയമം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അപ്പോഴേക്ക് സച്ചി തന്റെ ഫോണിനകത്തുള്ള ആ റെക്കോർഡ് കാണിച്ചു കൊടുക്കണം. ഇങ്ങ് നോക്ക്, ഇത് മതി സാറിനെ പൂട്ടാനായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ മേടിച്ചു വെച്ചു. എന്നിട്ട് സാറോ എന്നെ കള്ള കേസ് കൊടുക്കാൻ നോക്കി. ഈ ഒരു കാര്യം മതി സാറിന്റെ തൊപ്പി തെറിക്കാനായിട്ട്. എന്താ വേണ്ടേന്ന് ചോദിച്ചു. ഒരു നിമിഷം അരുണിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അരുണ് വല്ലാതെ വിഷമിച്ചു പോയി. ഇവൻ ഇതും വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്റെ തൊപ്പി തെറിക്കും. പക്ഷെ ഇവന്റെ മുന്നിൽ അങ്ങ് തോറ്റു കൊടുക്കാനും പറ്റില്ല. അരുൺ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിൽക്കുമ്പോഴത്തേനും സച്ചു ചോദിച്ചു, എന്താ സാറേ ഇത്, ഞാൻ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പബ്ലിഷ് ചെയ്യട്ടെന്ന് ചോദിച്ചു. സാറിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു സസ്പെൻഷൻ കിട്ടുകയും ചെയ്യും. കാരണം ഇങ്ങനെയൊക്കെ ഒരു പോലീസുകാരെ കൃത്യനിർണ്ണയം നടത്തേണ്ട ആള് ഇതൊക്കെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവണമെന്ന് ചോദിച്ചു. സച്ചിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാതെ തല കുനിച്ച് നിൽക്കേണ്ടി വന്നവരാണ്. സച്ചിയല്ലേ ആള്, അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. ആ സമയം ഹേമയ്ക്ക് വല്ലാത്തൊരു അടിയായിരുന്നു. ഹേമയുടെ എല്ലാ പ്രതീക്ഷകളും തറന്നുപോയി. രേവതി ആ ഓർഡർ കൊണ്ടുപോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തനിക്ക് ഇനി വരുന്ന ഓർഡർ പോലും കിട്ടത്തില്ല. അവളെ അങ്ങനെ ജയിക്കാൻ വിടരുത്. അവളെ എങ്ങനെ അവൾക്കൊരു പണി കൊടുക്കണം എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹേമയുടെ മനസ്സിൽ. അപ്പൊ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക. ആ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.